യഥാർത്ഥത്തിൽ കുറ്റവാളിയായി വരുന്നത് അധികാരം ഉപയോഗിച്ച് പണം പിടുങ്ങി കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൊഴിയും വാങ്ങും, പണവും വാങ്ങി, എന്നിട്ട് മാപ്പുസാക്ഷിയായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ശക്തിയായിട്ട് നിലപാട് സ്വീകരിക്കുന്നത്. എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തത്? സിസോദിയെ മുമ്പ് അറസ്റ്റ് ചെയ്തു, ഡൽഹി മന്ത്രിയെയും. സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. ഇതൊന്നും ആളുകൾ മറന്നുപോയി എന്ന് ധരിക്കാൻ പാടില്ല കോൺഗ്രസ്, പ്രത്യേകിച്ച് കേരളത്തിലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതായത് സിസോദിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, സിസോദിയെ അറസ്റ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധിക്കാൻ അവരന്ന് തയ്യാറുണ്ടായിരുന്നില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി സർക്കാരിന്റെ നിരവധിയായ ഇടപെടലുകളെ വിവിധ തലങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ വന്നപ്പോൾ അന്നെല്ലാം പൊതുവെ കോൺഗ്രസ് എടുത്ത നിലപാട് അവർക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങളിൽ മാത്രം പ്രതിഷേധിക്കുക, മറ്റുള്ളവർക്കെതിരായിട്ട് വരുന്ന ഏത് സംഭവമായാലും അതിനെ മൂടിവെക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതൽ എടുത്ത നിലപാട് അതിശക്തിയായി രാഷ്ട്രീയം നോക്കാതെ, കക്ഷികളെ നോക്കാതെ ഇത്തരം നിലപാടിനെ, കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന പക്ഷപാതപരമായ നിലപാടിനെ കൂലിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി പോലെയാണ് ഇ ഡി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂലിക്ക് വേണ്ടിയെന്ന് ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. അതായത് ഇ ഡിക്കല്ല കൂലി, ബി ജെ പിക്കാണ്.